നമസ്കാരം. ടി.ഡി. ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻ രാഘവനാണ്. നന്ദകുമാർ എന്ന ചലച്ചിത്ര സംവിധായകന് ഒരു ദിവസം ഒരു കത്ത് ലഭിക്കുന്നു. ദാസൻ എന്ന കുട്ടി തന്റെ അച്ഛനായ ദാമോദരൻ അയച്ച കത്തായിരുന്നു. ഈ ദാമോദരൻ ദാസനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടിട്ട് പോയ ആളാണ്. നന്ദകുമാർ ഈ ദാമോദരനെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുവെങ്കിലും അതിൽ വിജയിക്കുന്നില്ല. ഇതേസമയം ഈ കത്ത് നന്ദകുമാറിന്റെ മകളായ അമ്മുവിന്റെ കയ്യിൽ എത്തിപ്പെടുന്നു. അമ്മു അപ്പോൾ ദാമോദരൻ എന്ന വ്യാജേന ആ കത്തിന് മറുപടി ദാസൻ അയക്കുന്നു. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഈ കത്തുകൾ അയച്ചുള്ള അവരുടെ ആശയവിനിമയമാണ് ഈ സിനിമ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ഈ സിനിമ ഈ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഈ കത്തിടപാടിനെ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. സംവിധായകൻ മോഹൻ രാഘവന്റെ സംവിധാന തികവ് പല രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അഭിനേതാക്കളിൽ ബിജു മേനോൻ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ദാസന്റെ അമ്മയായി ശ്വേതാ മേനോനും. ഈ സിനിമയിൽ ഈ കത്ത് ലഭിക്കുമ്പോൾ ചലച്ചിത്ര സംവിധായകനായ നന്ദകുമാർ അതിനെ അവലംബിച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന കൂടി ഇവിടെയുണ്ട്. ഒരു പാരലൽ ട്രാക്ക് പോലെ അത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ നല്ല രീതിയിൽ ഈ സിനിമയുമായി ഇഴുക്കിച്ചേർക്കുവാൻ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പ്രേക്ഷകർക്ക് ആ പാരലൽ ട്രാക്ക് നടക്കുന്ന പോലെ ഒരു ശുഭകരമായ ഒരു അന്ത്യം, അത് ദാസന് സ്വന്തം അച്ഛനെ തിരിച്ചു കിട്ടുമോ എന്നുള്ള രീതിയിൽ ഒരു സസ്പെൻസിന് മുൻപിൽ നിർത്തുവാനും ആ പാരലൽ ട്രാക്ക് കാണിക്കുന്ന വഴി സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇപ്പോൾ കോള കമ്പനികൾക്കെതിരെയുള്ള പ്രക്ഷോഭവും ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ ഇഴുക്കിച്ചേർത്തിട്ടുണ്ട്. പ്രധാന കഥയെ ഒരു രീതിയിലും വലിച്ചഴിക്കാതെ അതിനോടുകൂടി ഇഴുകിച്ചേർന്ന് തന്നെ ആ ഒരു പാരലൽ ട്രാക്കും അതിൻ്റെ കൂടെയുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ചിത്രീകരിക്കുന്നതിൽ മോഹൻ രാഘവൻ വിജയിച്ചിട്ടുണ്ട്. അഭിനേതാക്കളിൽ ഇപ്പോൾ ഈ പറയുന്ന രണ്ട് കുട്ടികളും നല്ല അഭിനയമാണ് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജഗദീഷും നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. ഈ സിനിമ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ചിത്രീകരിക്കുന്നതിൽ മോഹൻ രാഘവൻ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ചെറിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് വിജയം നേടുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ വസ്തുതയാണ്. എങ്കിലും എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഈ സിനിമ കാണേണ്ടത് തന്നെയാണ്. ചെറിയ ന്യൂനതകൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു നല്ല ചിത്രം തന്നെയാണ്. എൻ്റെ അഭിപ്രായം നല്ല ചിത്രം, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം.